അപ്പൊ മൊത്തത്തിൽ പറഞ്ഞ അടുക്കള പണി തന്നെ അല്ലേ? എടി, എങ്ങനെയുണ്ട് നിന്റെ പുതിയ മുതലാളി? മറ്റേ പുള്ളിയെ പോലെ വായി നോക്കിയാണോ? ഏയ്, ഒരു മണ്ടനാടി. പിന്നെ ആളെ കൊണ്ട് വലിയ ഉപദ്രവമൊന്നുമില്ലടി. പിന്നെ വയ്യാത്തൊരു അച്ഛനും തട്ടിമുട്ടി അങ്ങനെ പോകും. എടി, 23-ാം തീയതി നിന്റെ PSC പരീക്ഷ, നീ എഴുതുന്നില്ലേ? പിന്നെ വീട്ടിൽ തകൃതിയായി കല്യാണാലോചന നടക്കുമ്പോഴല്ലേ PX എക്സാം. ഈ ജോലിക്ക് പോക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എന്നെ കൊണ്ടൊന്ന് വയ്യ. പിന്നെ അത്യാവശ്യം കുറച്ച് പോക്കറ്റ് മണിയൊക്കെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ ട്യൂഷൻ സെന്ററിൽ തന്നെ ഞാൻ ഈ പാർട്ട് ടൈം ജോലി ചെയ്യുന്നത്. സത്യം പറഞ്ഞാലേ കല്യാണം കഴിഞ്ഞാൽ ജോലിക്ക് ഇടാത്തൊരു കെട്ടിയോനെ കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ദേ ഈ ഇടത് ഭാഗത്ത് കണ്ടു, ഇതേ അങ്ങോട്ടേക്ക് എടുത്തു. എവിടേക്ക് കേട്ടിക്കോ. ഓക്കേടി. ഇവളെന്താ ഇവിടെ? അപ്പൊ ഇതാണല്ലേ വീട്? മുട്ടുകാരെ തെല്ലിടിക്കുന്ന പേടിപ്പിച്ചോളാം. ദേ ആ ഇരിക്കുന്നത് അച്ഛൻ. ഓ, അച്ഛന് പാടില്ലല്ലേ? പോയി ഇവൾക്ക് വീട് വരെ എത്തിയ അച്ഛൻ എങ്ങനെ അറിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എടി, പുള്ളിയില്ലേ മറ്റേ മണ്ടച്ചാരൻ? മണ്ടച്ചാരന്റെ തന്ത താടിക്കാരൻ സാരമില്ല, അടുത്ത വരവിൽ നോക്കാം. അടുത്ത് വരുമ്പോ എന്തായാലും ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. മണീന്റെ അടുത്ത് പറഞ്ഞ ശമ്പളമൊക്കെ ഫിക്സ് ചെയ്താണ്. ഇത് ഇവളുടെ കൂട്ടുകാരിയായിരുന്നു. എന്തൊറ്റേടി? ഏയ്, ഒന്നുമില്ല. നിന്നെ ഇവിടെ കഷ്ടപ്പെടുത്തുന്നില്ലല്ലോ. മുട്ടുകാർ തെല്ലൊടിക്കാനുള്ള പ്ലാനാ. വൈകുന്നേരത്തെ കാര്യം എന്താ? നീ എങ്ങനെ വരാൻ പോണേ? ഞാൻ വിളിക്കാൻ തന്നെ. ശരിയെന്നാ, വീണ്ടും വരില്ലേടി? നീ വിളിച്ചാ മതി. ബൈ. പോയി അല്ല, ആരത്? എന്റെ ഫ്രണ്ട്. ഈ 2 വീലറിൽ വര പറ്റില്ല കേട്ടോ. എന്തേ? എന്തേന്നോ? അപ്പുറത്തെ വീട്ടിലെ ആ പുണ്ണി 78 വയസ്സുണ്ടായിരുന്നുള്ളൂ. ഇരുചക്രവാഹനത്തിന്റെ മേളിൽ ഹെൽമെറ്റില്ലാതെ യാത്ര ചെയ്ത ആള് പോയി. ആള് മരിച്ചു. ആർക്ക് പോയി? പുള്ളിയുടെ കുടുംബത്തിന് പോയി. മനസ്സിലായേ? ഇതോടെ നടക്കില്ല. വേണ്ട, ഞാൻ ഓട്ടോയിൽ വന്നോളാം. ദിവസം ഒരു 200 രൂപ വെച്ച് തന്നാ മതി. പറ്റുമോ? എന്തായാലും കുട്ടിയോടൊപ്പം വരാൻ പറ്റില്ല. ഇനി എങ്ങാനും എന്റെ പിന്നാലെ നടന്ന ആ മുട്ടുകൾ ഞാൻ തല്ലിയെടുക്കും. ആരോടൊപ്പം വരാൻ പറ്റില്ല. 200 രൂപയുടെ കാര്യമല്ലോ. തരാന്ന് തന്നാ പോരെ. 200 രൂപയുടെ കാര്യല്ലേ? തരാന്ന്. അച്ഛന്റെ പെൻഷൻ മുഴുവൻ തീരുക. ഇയാള് വെറും മണ്ടനല്ല, നല്ല അസ്ഥല കിറുക്കനാ.